നമസ്കാരം, മല്ലൂസ് കഫേയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മൾ എങ്ങനെ വീട്ടിൽ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് പിസ്സ തയ്യാറാക്കി എടുക്കാമെന്ന് കണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ പ്രാവശ്യവും ഒരു പിസ്സയുടെ റെസിപ്പി തന്നെയാണ്, പക്ഷെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മിനി പിസ്സയാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പം ഈ മിനി പിസ്സ സ്നാക്സ് ആയിട്ട് നമുക്ക് കൊടുത്തിടാൻ പറ്റും, കാരണം ചെറിയ പിസ്സ അല്ലേ. അപ്പോൾ വേഗം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യാം, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ നമ്മൾ ചിക്കനും വെജിറ്റബിൾസും ഒക്കെ കൂടുതലായിട്ട് ആഡ് ചെയ്യുമ്പോൾ അവർക്കത് ആരോഗ്യത്തിനും കൂടി നല്ലതായിരിക്കും. നിങ്ങൾ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഫുൾ കാണുക, ഫുൾ കണ്ടതിന് ശേഷം മാത്രം കുക്ക് ചെയ്യാൻ തുടങ്ങുക. തുടർന്നും മല്ലൂസ് കഫേയുടെ വീഡിയോസൊക്കെ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മിനി പിസ്സ വേഗം തയ്യാറാക്കിയിട്ട് വരാം. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് മിനി പിസ്സയാണ്. നമ്മൾ പിസ്സയ്ക്ക് മാവ് കുഴയ്ക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഫാസ്റ്റായിട്ടുള്ള വീഡിയോ നമ്മൾ ഇതിനകത്ത് പ്ലേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 3 ചപ്പാത്തി മാവ് വലിപ്പത്തിലുള്ള ബോൾസാണ് എടുത്തിരിക്കുന്നത് നമ്മുടെ മിനി പിസ്സയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പം ഈ പിസ്സ ഉണ്ടാക്കുന്നത് ഒരു 3 എണ്ണം ആണ് നമ്മുടെ നോർമൽ പിസ്സ ഉണ്ടാക്കുന്ന പാത്രത്തിൽ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വലിപ്പത്തിലുള്ളതാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. നമുക്ക് ആദ്യം ഒലിവ് ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം ചെറിയൊരു റൗണ്ട് പോലെ നമുക്കിതിൽ നിന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ 3 എണ്ണം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഹോൾസ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. മിനി പിസ്സയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഇഷ്ടപ്പെടും. ചെറിയ ഇതായിട്ട് നമ്മളിപ്പോൾ ദോശയാണെങ്കിൽ ഇപ്പോൾ ഒരു തട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടമാവുമല്ലോ. അതുപോലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് മിനി പിസ്സ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പിസ്സ സോസ് ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. കുട്ടികൾക്ക് എരിവൊക്കെ കുറവ് മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുളകൊക്കെ എടുക്കുമ്പോൾ അതനുസരിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ പിസ്സ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മുളക് കുറച്ചായിട്ട് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ നല്ല എരിവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം നമുക്കൊരു ഒരു ചിക്കൻ പിസ്സയും ഒരു 2 വെജിറ്റബിൾ പിസ്സയും ആക്കാം അല്ലേ. ഒരു വെറൈറ്റിക്ക് വെജിറ്റബിൾ പിസ്സയും കൂടി ഉണ്ടാക്കണമല്ലോ. ഉള്ളത് വലുത് നോക്കി അതിനെ തന്നെ നമുക്ക് ചിക്കൻ വയ്ക്കാം. ചിക്കനൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ക്യാപ്സിക്കം, ചെറിയ മിനി പിസ്സയൊക്കെ ആകുമ്പം ക്യാപ്സിക്കമൊക്കെ 2-3 എണ്ണം വെക്കുമ്പോൾ തന്നെ ഫീലാവും. നമ്മുടെ ഇഷ്ടാനുസരണം ക്യാപ്സിക്കം, ഒനിയൻ, ചിക്കൻ, പിന്നെ കുറച്ച് ടൊമാറ്റോസ്, പിന്നെ നമുക്ക് ഇതിനകത്ത് ഇടാനുള്ള നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നീളത്തിൽ അരിഞ്ഞത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടാനുസരണം എങ്ങനെ വേണമെങ്കിലും വേണമെങ്കിൽ ചെറുതായിട്ടൊക്കെ ഇടാം. കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഇഷ്ടമല്ലെങ്കിൽ ഒഴിവാക്കാം, ചിക്കൻ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ ചോയ്സാണ്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് ചീസാണ്. നമുക്ക് ഇതിനകത്ത് ഫൈനലായിട്ട് ആഡ് ചെയ്യുന്നത് കുറച്ച് ഒറിഗാനോ ആണ്. ഒറിഗാനോ നമുക്ക് കയ്യിലെടുത്ത് കുറച്ച് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം അല്ലേ. നമ്മുടെ ഇഷ്ടം പോലെ വേണമെങ്കിൽ ക്രഷ് ചെയ്ത് കൊടുക്കാം, അല്ലാതെ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മിനി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെജിറ്റബിൾ പിസ്സ റെഡിയാക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾ പിസ്സയിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ക്യാപ്സിക്കം കുറച്ച് കൊടുക്കാം, കുറച്ച് ഒനിയൻസ്, പിന്നെ കോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒലിവ് നമുക്ക് അവൈലബിൾ ആയിട്ടില്ല. അപ്പം കുറച്ച് യെല്ലോ ക്യാപ്സിക്കംസ്, ടൊമാറ്റോസ്, അങ്ങനെ നമ്മുടെ പിസ്സയൊക്കെ വെജിറ്റബിൾസൊക്കെ ഇട്ട് ഇഷ്ടംപോലെ നിറച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം.
ഹോം മെയ്ഡ് മൊസറല്ല ചീസ്. എൻ്റെ വീഡിയോ നമ്മൾ ഓർഡർ തന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷേ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇതിപ്പം വീഡിയോ എടുക്കാതെ ചെയ്തു പോയതാണ്. നമുക്ക് ഫൈനലി കുറച്ച് ഒറിഗാനോ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൽ ഇപ്പോൾ അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇടാത്തത്. അപ്പോൾ ഇനി നമുക്കിതിനെ ബേക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ പ്രീ ഹീറ്റഡ് ആണ്. അതിലേക്ക് നമ്മുടെ പിസ്സ വെച്ച് കൊടുക്കാം. നമ്മൾ 15 മിനിറ്റ്സ് 180 ഡിഗ്രിയിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ മിനി പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പിസ്സ റെഡിയാക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ചെറിയ പീസുകളായതുകൊണ്ട് അവർക്ക് കഴിക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.